നമസ്കാരം, ഞാൻ പാർവതി. റാം കെയർ ഓഫ് ആനന്ദി, ഓജോ ബോർഡ് എന്നീ പുസ്തകത്തിലൂടെ വായനക്കാരുടെ മനം കവർന്ന എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം എന്ന പുസ്തകത്തിന്റെ ആസ്വാദനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ത്രില്ലിംഗ് ബുക്ക്. വായനക്കാരെ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് പഠിച്ച ഒരു വ്യക്തിയാണ് ഈ അഖിൽ പി ധർമ്മജൻ. അതുപോലെ തന്നെ വായനക്കാരെ തൻ്റെ വാക്കുകൾക്കുള്ളിൽ വിശ്വസിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ഈ കഥാകൃത്ത്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിയായ ആകാംക്ഷ എന്താണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയും. ഈ ഒരു കഥയിൽ കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ എങ്കിലും കഥ മടുപ്പിക്കാതെ നീങ്ങുന്നുണ്ട്. രാത്രി 12-ന് ശേഷം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വനിത. പെട്ടെന്ന് അവളുടെ കാർ ഒരാളെ ഇടിച്ചിട്ടു. ഉടനെ തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാൾ അവിടുന്ന് കടന്നു കളഞ്ഞു. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ അവൾ, അയാളുടെ സാന്നിധ്യം അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആരാണ് അയാൾ? പേര് സിദ്ധാർത്ഥ്, ഊമയാണ്. പക്ഷേ അയാൾ കടന്നു കളഞ്ഞ ആ ഒരു ദിവസം അയാൾ ഓട്ടോറിക്ഷയിലാണ് സഞ്ചരിച്ചത്. ആ ഡ്രൈവറുടെ പേര് ചന്ദ്രൻ. ചന്ദ്രന്റെ ഓട്ടോറിക്ഷയിൽ തന്നെ വനിത അവനെ അന്വേഷിക്കാൻ പോയി. അപ്പോഴാണ് മനസ്സിലായത് സിദ്ധാർത്ഥ് ഊമയല്ല, ഊമയായി അഭിനയിക്കുന്നതാണെന്ന്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, അതായത് സിദ്ധാർത്ഥും വനിതയും സൗഹൃദത്തിലായി. പിന്നീടാണ് അവന്റെ കാര്യങ്ങളൊക്കെ വനിത അറിയുന്നത്. രാത്രി 12-ന് ശേഷം അവൻ മുറിയിൽ നിന്നും ഉറക്കത്തിൽ നിന്നും എണീച്ച് എവിടേക്കോ പോകുന്നു. അവന് തന്നെ അറിയില്ല അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. ടൈം പീസ് മുഴങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വനിത ഒരു തീരുമാനമെടുത്തു. അവന്റെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയുക. രാത്രി 12-ന് ശേഷം അവൾ അവനെ പിന്തുടർന്നു. ഒരിക്കൽ ഇത് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ ആക്രമിക്കാൻ വന്നു. പക്ഷേ ആ ഒരു ദിവസം സേവ്യർ, അവളുടെ അച്ഛൻ സൈക്യാട്രിസ്റ്റ് ആണ്, അദ്ദേഹം അവിടെ വന്നതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു. പിന്നീട് സേവ്യറും വനിതയും കൂടി അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി. അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിച്ചു. ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക്. ശിവഗംഗ എന്നാണ് ആ സ്ത്രീയുടെ പേര്. പിന്നീട് ശിവഗംഗയോട് രണ്ടുപേരും സംസാരിച്ചു. ശിവഗംഗ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ശിവഗംഗ ഒരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. തൻ്റെ മകൾ അനസൂയ തൂങ്ങി മരിച്ചതാണ്. അവളുടെ ആത്മാവ് രാത്രികാലങ്ങളിൽ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാണ് വന്ന് നിന്നിട്ടുള്ളത്. തന്നെ കാണാനാണ് സിദ്ധാർത്ഥ് അനസൂയ അവിടേക്ക് തൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും സേവ്യർ വിശ്വസിച്ചില്ല. പക്ഷെ വനിത വിശ്വസിച്ചിരുന്നു. ആരോടും പറയാതെ സേവ്യർ ശിവഗംഗയുടെ സ്വദേശമായിട്ടുള്ള കർണാടകയിൽ ഹോസൂർ, അവിടെ സ്വന്തമായിട്ടുള്ള വീടുണ്ട് ശിവഗംഗ, അവിടെ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് ശിവഗംഗ ഡോക്ടറല്ല, ഒരു IPS കാരിയാണെന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുത്തമ്മ എന്നൊരു സ്ത്രീ സേവനെ പൂട്ടിയിട്ടു. അവർ രണ്ടുപേരും ആ മുറിക്കുള്ളിലായി. അപ്പോഴാണ് കറുത്ത മുഖംമൂടി ധരിച്ച കുറേ പേർ അവിടെ എത്തുന്നത്. സേവൻ എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അവർ രക്ഷപ്പെട്ടു, പോലീസ് എത്തിയത് കൊണ്ട് തന്നെ. പോലീസിന്റെ പേര് അൻവർ എന്നാണ്. അൻവർ അവർ രണ്ടുപേരോടുമായിട്ട്, പ്രത്യേക സേവരോടുമായിട്ട് ശരിക്കുമുള്ളൊരു യഥാർത്ഥ കഥ പറഞ്ഞു കൊടുത്തു. ജീവിതം അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുത്തു. നാട്ടിൽ നിന്ന് ശിവഗംഗയുടെ എല്ലാ കാര്യങ്ങളും വനിത അറിഞ്ഞിരുന്നു. അപ്പോ ശിവഗംഗയും അവിടുന്ന് സത്യമായിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി വനിതയ്ക്ക്. ശരിക്കും പറഞ്ഞാല് ശിവഗംഗയുടെ 2 ഇരട്ടക്കുട്ടികളാണ് അനസൂയയും സിദ്ധാർത്ഥും. ജോലിക്കാരിയുടെ മകനാണ് മിലൻ. മിലനും
അനസൂയയായിട്ട് ഭയങ്കര സൗഹൃദത്തിലായി. മിലൻ എന്ന് വെച്ചാൽ ബാണാസുര കുടുംബത്തിലെ ഒരു അംഗമാണ്, ഒരു കുടുംബമാണ് ബാണാസുര കുടുംബം. ബാണാസുരന്റെ ഇഷ്ടപ്പെട്ട മൃഗം എന്ന് വെച്ചാൽ കറുത്ത നായിയാണ്. ഇത് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അതായത് സീവറിനെ ആക്രമിക്കാൻ വന്നത് കറുത്ത മുഖംമൂടി ധരിച്ച ഒരു നായയുടെ മുഖംമൂടി ധരിച്ചവരായിരുന്നു. അപ്പോൾ ബാണാസുര കുടുംബത്തിൽപ്പെട്ട ആരോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവർക്ക് പരാഗയ പ്രവേശം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതായത് വേറൊരാളുടെ ശരീരത്തിൽ അവർ വന്നിരിക്കും. അങ്ങനെയുള്ള സംഭവമാണ് ഒരു സംഭവം. അപ്പോൾ ഈ ഒരു അനസൂയയും മിലനും എല്ലാവരെയും വശത്താക്കി. സിദ്ധാർത്ഥും ആ കെണിയിൽ പെട്ടുപോയിരുന്നു. സിദ്ധാർത്ഥിന്റെ ദേഹത്തില് മിലൻ പ്രവേശിച്ചതും ഉടൻ തന്നെ അവൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഈ മിലന്റെ ആത്മാവും അവന്റെ ആത്മാവും രണ്ടും മിക്സഡ് ആയത്. ശിവഗംഗ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരിക്കും നീ രാവിലെ കാണുന്ന സിദ്ധാർത്ഥല്ല, മിലനാണ്. അവളൊന്ന് ഞെട്ടി. രാത്രിയാണ് സിദ്ധാർത്ഥ ആവുന്നത്. പിന്നെ പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെയും ശിവഗംഗയുടെയും കഴുത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചു അനിൽ. ശിവഗംഗയുടെ വിശ്വസ്തനാണ്. അവൻ ഓരോ കാര്യങ്ങള് ഈ ഒരു വനിതയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഒരു മരിക്കുന്ന അനസൂയ തൂങ്ങി മരിക്കുന്ന രാത്രിയിൽ ശിവഗംഗ അവിടെ പോയിരുന്നു. ശിവഗംഗയുടെ ദേഹത്താണിപ്പോൾ അനസൂയുള്ളത്. ഈ കഥയുടെ അവസാന ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല. എന്തായാലും നിങ്ങളത് വായിക്കണം. അത്രയും നല്ല ഒരു അവസാന ഭാഗമാണ്. ഞാനിപ്പോൾ ശരിയായ തന്നെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് വെളിപ്പെടുത്തി തന്നു. ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു പുസ്തകത്തിലെ കഥകള് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്തെന്നില്ലാത്തൊരു പേടി അനുഭവപ്പെടും. അഖിൽ പി ധർമ്മജൻ ഇവിടെ സെലക്ട് ചെയ്തൊരു ആശയം വെറൈറ്റിയാണ്. ചരിത്രം, പിന്നെ പോലീസ് അന്വേഷണം, പ്രേതഭൂതം, ഇവയെല്ലാം ഈ കഥയ്ക്ക് പേടിപ്പെടുത്തുന്നതാവുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ ബാക്ക് കവർ പേജ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ കുറച്ച് വരികളാണുള്ളതെന്ന്. അതിൽ അവസാനത്തെ കുറച്ച് വരികൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ആരാണ് അയാൾ? അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അയാളെ തേടിയുള്ള വനിതയുടെ യാത്രയ്ക്കൊപ്പം കൂടാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെ ബാണാസുരൻ രക്ഷിക്കട്ടെ. നന്ദി.